വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നീയാണ്. അത് നീ എൻ്റെ മനസ്സിൽ നിൻ്റെ പ്രവൃത്തി കണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഒരിക്കലും മാറില്ലടി എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവേട്ട ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിഷ്ണുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട് ശാലിനി. പക്ഷേ മാറെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അന്നേരം വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ഈ ശാലിനി ആണെങ്കിൽ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ നീ എങ്ങോട്ടാടി എന്നും പറഞ്ഞ് സത്യഭാമ പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം ഇപ്പോൾ നീ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ഈ കള്ളനും പോലീസും കളി എന്നെങ്കിലും ഒരിക്കലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. നീ ഇപ്പോൾ വിജയിച്ചത് മനസ്സിലാക്കാം, പക്ഷേ ഇതിന് എന്നെയും എൻ്റെ മകനെയും ചതിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനുമൊക്കെ സർവേശ്വരൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അന്ന് നീ കരയും, പൊട്ടി പൊട്ടി കരയും. അത് ഞാൻ എൻ്റെ കൺമുന്നിൽ കാണാൻ ഇടവരിക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഭാമ ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞിട്ട് ഭാമയും അങ്ങ് പോകുന്നുണ്ട്. വിഷ്ണു ആകെ ദേഷ്യത്തിൽ കാറ് കയറിയിരിക്കുകയാണ്. ഭാമയും ചെന്നതിന് ശേഷം അവരങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഈ സത്യമാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ കുട്ടി ഒന്നും ചോദിക്കുന്നില്ല. തുടർന്ന് ശാലിനിയെ ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മ എന്താ ആലോചിക്കുന്നത്, പിന്നെ അമ്മ എങ്ങനെ ഇവിടെ എത്തി, ഞാനും അച്ഛനും ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് ആരാ പറഞ്ഞത് എന്നിങ്ങനെയൊക്കെ പിന്നെ സത്യ ചോദിക്കുന്നുണ്ട്. സത്യമ്മയും വിഷ്ണു അച്ഛനും ബിഗ് ഫ്രണ്ടും ഒക്കെ എന്തിനാ അമ്മയെ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അമ്മ എങ്ങനെ ഇവിടെ എത്തി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി എങ്ങനെ പിന്നെ ഡ്രസ്സ് മാറി എത്തി എന്നുള്ള ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. സത്യ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരെയാ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബിഗ് ഫ്രണ്ടിനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അറിയാത്ത പോലെ ബിഗ് ഫ്രണ്ടോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അക്ഷയുടെ വേഷത്തിലിരിക്കുന്നതാണ്. അന്നേരം അതേ ഞാൻ വിഷ്ണു അച്ഛനെ ബിഗ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്, അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന്. അന്നേരം ഒരു നിമിഷം ശാലിനി ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ട്. ആ സ്പൂൺ കയ്യിൽ നിന്ന് അങ്ങോട്ട് പ്ലേറ്റിലേക്ക് വീഴുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ ഈ വേഷവുമായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഞാൻ സത്യങ്ങൾ തുറന്നു പറയും, അത് ഈ സത്യയുടെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കും. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അന്നേരം സത്യ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ആലോചിക്കുന്നത്. അന്നേരം മോള് കഴിക്കുക, അച്ഛനൊരു കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനുപല്ലവിയെ ഫോൺ ചെയ്യുകയാണ്. ഡ്രസ്സ് കൊണ്ടുവരാനായിട്ടാണ് വിളിക്കുന്നത്. തുടർന്ന് അനുപല്ലവി പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ ശാലിനിയുടെ ആ ഒരു ബാഗുമായിട്ട് വരുന്നുണ്ട്. വന്ന് ശാലിനിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ശാലിനി വേഷം മാറി വരുന്നതൊക്കെ. അതാണ് ആ സീൻ കാണിക്കുന്നത്. തുടർന്ന് ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് വിഷ്ണുവേട്ടനെയും സത്യമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നും പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ സത്യ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അതിന് ഫോൺ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ശാലിനിയുടെ കാറാണ് വരുന്നത്. അന്നേരം ശാലിനിയും സത്യം കൂടി ഇറങ്ങുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ഒരു സംശയം പോലെ നോക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ പോയ പോലെ അല്ലല്ലോ വരുന്നത്, ബൈക്ക് മാറ്റി കാറാക്കിയോ എന്നിങ്ങനെ ശാരദാമ്മ ശാലിനിയെ നോക്കി ചോദിക്കുകയാണ്. രാമേട്ടനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ആകെ വിഷമിച്ച പോലെ നിൽക്കുന്നുണ്ട് ശാലിനിയുടെ ആ ഒരു അവസ്ഥയിൽ. തുടർന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ സത്യയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു അച്ഛനുമായിട്ടുള്ള കറക്കം എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോയത് അച്ഛനാണെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് അമ്മയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛനോടൊപ്പം ഭക്ഷണം കഴിച്ചല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ വരുന്നില്ല വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയൊന്നും പറയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ കുട്ടിയാകെ സന്തോഷത്തിലാണ്, എനിക്ക് എഴുതാനുള്ളത് പോയിരുന്ന് എഴുത്, ഇനി ഹോംവർക്ക് ചെയ്തില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ സത്യസന്തോഷത്തിലങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ സംശയിച്ച് അകത്തേക്ക് കയറുമ്പോൾ ശാലിനി ഇങ്ങനെ തിരികെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വിഷ്ണുവേട്ടന് സത്യമ്മയും വന്നു എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, ഈശ്വരാനുഗ്രഹവും അനുവിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവിടെ സാരിയിലല്ല ഏത് വേഷത്തിലായാലും ഞാൻ വിഷ്ണുവേട്ടൻ്റെ മുമ്പിൽ നിന്നാൽ വിഷ്ണുവേട്ടൻ എന്നെ തിരിച്ചറിയുക തന്നെ ചെയ്യും. സത്യയുടെ മുമ്പിൽ വെച്ച് കള്ളങ്ങൾ പൊളിഞ്ഞാൽ എല്ലാവരും കൂടി അവളെ ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവൾ വീണ്ടും വിഷമിക്കില്ല. അവളുടെ സങ്കടം കാണാനായിട്ട് എനിക്കിനി വയ്യ, ഭക്ഷണം കഴിക്കാതെയൊക്കെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെയൊക്കെ കിടന്നത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും അങ്ങോട്ട് സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് വീണ്ടും ശാലിനി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ ഒരു അവസാനമില്ലേ മോളെ എന്ന്. അന്നേരം ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം മാത്രമേ മനസ്സിലുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, അല്ലാതെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് ശ്യാമയും പപ്പിയും കൂടി ഓട്ടോയിൽ കുടുംബശ്രീയിലേക്ക് വരുന്നത്. തുടർന്ന് അകത്തുനിന്ന് ഇങ്ങനെ സത്യ ഇറങ്ങി വരുമ്പോൾ പപ്പിയും ശ്യാമയും കൂടി വരുന്ന കാണുന്നുണ്ട്. എന്നിട്ട് ഹായ് പപ്പി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് വരെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തമൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് സത്യ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പപ്പിയുടെ കാര്യം ആലോചിച്ചേ ഉള്ളൂ എന്ന്. അന്നേരം ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകുമല്ലേ എന്ന് പിന്നെ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നുമല്ല, വേറെയും കാര്യങ്ങളുണ്ട്, വാ പറയാമെന്നും പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ പപ്പിയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇവരുടെ ഈ സന്തോഷം ശ്യാമയും ശാരദാമ്മയും ശാലിനിയും ഒക്കെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ശ്യാമ അങ്ങ് അകത്തേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് കുഞ്ഞേച്ചിയുടെ നടക്കുന്നത്, പിന്നെ സത്യയുടെ അച്ഛനായിട്ട് വന്നതാര്,
സത്യാമ്മയുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ ഈ വീട്ടിലുള്ളതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്, എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ശാലിനി അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ്. എനിക്ക് ഇപ്പോൾ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണം, നീ അമ്മയോട് സംസാരിച്ചിരിക്കുക, പപ്പിമോൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പിന്നാലെ വന്ന് വീണ്ടും ക്ഷമ പിടിച്ച് നിർത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് കുഞ്ഞു ഉത്തരം പറഞ്ഞില്ല, സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം, പക്ഷെ ഇപ്പോൾ എനിക്ക് ഒന്നിനും സമയമില്ല, രാമേട്ട വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ശാരദാമ്മയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത്, കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ. അന്നേരം നീ പിന്നെ ശാലിനിയോട് തന്നെ ചോദിക്കുക, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ സത്യയുടെ അച്ഛൻ സ്കൂളിൽ വന്നാൽ അവിടെ ആകെ വഴക്കുണ്ടായി, നമ്മൾ കുടുംബക്കാരെ സത്യാമ്മ പറഞ്ഞ വഴക്കിന് കൈയും കണക്കുമൊന്നുമില്ല, വിഷ്ണുവേട്ടൻ വരെ കുഞ്ഞേച്ചിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. ഈ സമയത്ത് പിന്നെ സത്യഭാമയുടെ ഫോൺ വരുന്നുണ്ട്. അന്നേരം അയ്യോ സത്യാമ്മ വിളിക്കുന്നു, സത്യാമ്മ പുറത്തു പോയ സമയത്താണ് ഞാൻ ഇറങ്ങിയത്, അവരിപ്പോൾ എത്തിക്കാണുമെന്നും പറഞ്ഞ് പപ്പിന്ന് അകത്തേക്ക് നോക്കി ഫോൺ എടുക്കാതെ ശ്യാമ വിളിക്കുന്നുണ്ട് തിരികെ പോകാനായിട്ട്. പക്ഷേ പപ്പി ഇറങ്ങി വരുന്നില്ല. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നീ ഫോൺ എടുക്ക്, പുറത്തോ മറ്റോ ആണെന്ന് പറ, അല്ലെങ്കിൽ ഇനി അതിന് ചാടിത്തുള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ശ്യാമ നീ എവിടെ പോയാന്ന് ചോദിക്കുമ്പോൾ അത് സത്യാമ്മ ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണെന്ന് തപ്പി ശ്യാമ പറയുന്നുണ്ട്. അന്നേരം എന്ത് സാധനങ്ങളെന്ന് ചോദിക്കുമ്പോൾ അത് പപ്പിക്ക് കുറച്ച് ബുക്കും പേനയും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം പപ്പിന്ന് ഒന്നുകൂടി വിളിക്കുമ്പോൾ സത്യയും പപ്പിയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് പോകാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് പപ്പി നിർബന്ധം പിടിക്കുന്നുണ്ട്. അന്നേരം അത് പറ്റില്ല, ഇപ്പം തന്നെ പോകണം, സത്യാമ്മ തിരിച്ച് വന്നിട്ടുണ്ട്, താമസിച്ച വഴക്ക് കുറേ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ പപ്പി ഒന്നും പറയുന്നില്ല. തുടർന്ന് അവർ വന്ന ആട്ടോയിൽ തന്നെ കയറി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം അവർ പോകുന്നത് നോക്കി നിന്നിട്ട് സത്യം പറയുകയാണ്, ഞാൻ പപ്പിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ തുടങ്ങിയതാണ്, അപ്പോഴേക്കും വിളിച്ചു ശാരദാമ്മയെന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. സത്യാമ്മയുടെ ഫോൺ വന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പോയി എന്ന് പറയുകയാണ്. അന്നേരം അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ തിടുക്കം കാണിച്ചിഞ്ഞ് വന്നത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ശാലിനി അന്നേരം കാറിൽ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം പറയുന്നുണ്ട്, വിഷ്ണു വരെ നിനക്കെതിരെ തിരിഞ്ഞു എന്നാണ് പറയുന്നത്, അവിടെ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി എന്ന്. ശ്യാമയോടെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവളോട് അവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ സത്യയും പപ്പിയും ഒക്കെ ഇല്ലേ, അത് പിന്നെ എങ്ങനെ ശരിയാവുമെന്ന് പറയുകയാണ്. ശ്യാമയോട് പതുക്കെ കാര്യങ്ങളൊക്കെ പറയാം, വരട്ടെ, ഇത് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് അവർ ഫോൺ വെക്കുന്നുണ്ട്. ആകെ ടെൻഷനിൽ ശാരദാമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. കാറിനകത്ത് പോകുന്ന ശാലിനിയും ആകെ ടെൻഷനിലിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ രാഘവൻ നായർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിനക്ക് ചായ വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട, ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നീ പുറത്തേക്ക് പോയാൽ എങ്ങനെ ശരിയാവും, ഇപ്പോൾ ഉപേന്ദ്രനാണെങ്കിൽ വക്കീലിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരും, ഞങ്ങളെല്ലാവരും അതിൽ ഒപ്പിടണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും രോഹിത്തും ഒക്കെ ചായ കുടിച്ചുകൊണ്ട് അകത്തുനിന്ന് വരുന്നുണ്ട്. പിള്ളയും പൊന്നിയും ഒക്കെ ഉണ്ട്. അന്നേരം ഞാൻ എന്തിനാണ് ഒപ്പിടുന്നത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മുടെ വീടും പറമ്പും ഈടായിട്ട് സർക്കാരിലേക്ക് എഴുതി കൊടുക്കുന്നത്, അപ്പോൾ എൻ്റെ അവകാശി എന്ന നിലയ്ക്ക് നീയും ഒപ്പിടണം എന്ന് പറയുകയാണ്. അവസാനം ഞാനായിട്ടെടുത്ത തീരുമാനമാണ് എന്ന് എല്ലാവരും എന്നെ കുറ്റം പറയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ആ ഒരു സംസാരം പിന്നെ ഭാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭാമ പറയുകയാണ്, ഇപ്പോഴും ഉപേന്ദ്രൻ്റെ ആഖവേട്ടൻ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്, അവന് മലേഷ്യയിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പിന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നത് നാട്ടിലെന്തെങ്കിലും നടത്തിയിട്ട് വന്നു പോകാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളെ ചതിച്ചിട്ട് അവനൊന്നും നേടാനൊന്നുമില്ല, അവൻ അതിൻ്റെ ആവശ്യവുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ എൻ്റെ നിലപാടുകൾക്കൊന്നും മാറ്റമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പണ്ടും അവനെന്ത് നേട്ടമാണുള്ളത് ഇതിങ്ങനെ ചെയ്തിട്ട് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ പണ്ടും അവൻ ചെയ്യുന്നതിനൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുള്ളത് എനിക്ക് തന്നെയാണ്, ഉരുളി വരെ കട്ട ചരിത്രമുണ്ട്, അതിനൊക്കെ കിട്ടിയത് എനിക്ക് എന്ന് പറയുകയാണ്. അന്നേരം പുള്ളി വലിയ കക്ഷിയാണല്ലേ, മോശക്കാരനല്ലല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം 1ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേലും തുടങ്ങിയതാണ്, സ്ലേറ്റ് പെൻസിൽ വരെ അവൻ കട്ട് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ പണവും പ്രതാപവും ഒക്കെ ആയപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ഉപേന്ദ്രൻ ചിറ്റപ്പനെ കുറിച്ച് മലേഷ്യയിൽ സ്വത്തുകാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് തിരക്കി, ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട്, 2 പെട്രോൾ പമ്പും ഫർണിച്ചർ കടയും ഒക്കെ ആയിട്ട് ഒരു ജന്മി തന്നെയാണ്, ഇവിടെ ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഞാനും മലേഷ്യയിലേക്ക് വിട്ടാലോ എന്നാണ് ചിന്തിക്കുന്നത്, അതിനുള്ള സെറ്റപ്പ് ഉപേന്ദ്രൻ ചിറ്റപ്പ് ഉണ്ടാക്കി തരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, നീ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടത്തേക്ക് പോയാൽ നമ്മളെ വീടും പറമ്പുമാണ് സർക്കാരിന് കൊടുക്കാൻ പോകുന്നത്, നീ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുകയാണ്.
അന്നേരം രാഘവൻ നായർക്ക് വിഷ്ണുവിനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ രോഹിത് ആകെ സന്തോഷത്തിലാണ്, സത്യഭാമയും ഒക്കെ. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇത് വീടും പറമ്പും ഒരു രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന തൽക്കാലം ഒരു ഈടിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ മരം മുറിപ്പിൽ തന്നെ നമുക്കിതൊക്കെ ഇനി തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും, നല്ല കാശ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, എനിക്ക് കോടികളുടെ കണക്കൊന്നും കേൾക്കുന്നതേ താല്പര്യമില്ല. പിന്നെ ചിറ്റപ്പനുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്തുന്നതും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞത് കൊണ്ടാണ് ഞാനും സമ്മതിച്ചത് എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഡാ രോഹിത്തെ, നീ ആണെങ്കിൽ ചിറ്റപ്പനെ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട, എല്ലാം ആലോചിച്ച് ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത്ത് ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. അന്നേരം അമ്മയോടും കൂടിയാണ് പറഞ്ഞത് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഭാമയും സമ്മതിക്കുകയാണ്. അതിനുശേഷം രാഘവൻ നായർ പറയുന്നുണ്ട്, എല്ലാം ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി, 1-2 ദിവസത്തെ വ്യത്യാസം വന്നാലും സാരമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കാശുള്ളവരങ്ങോട്ട് കൊണ്ടുപോകും, ഇത് നമുക്ക് കിട്ടില്ല. രാഘവേട്ടനാണെങ്കിൽ മുഷിച്ചിലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തൽക്കാലം എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി, ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്, എല്ലാം നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഉപേന്ദ്രനാണെങ്കിൽ വക്കീലുമായിട്ട് മുറ്റത്ത് എത്തുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി അവരിങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. അത്രയുമേ കാണിക്കുന്നുള്ളൂ. അത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ പ്രമോയിൽ കാണിച്ച ഭാഗവും കാണിച്ചില്ല, അതിൽ ഒപ്പിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. രാഘവൻ നായർ ഒപ്പിടുന്നുണ്ട്, ബാക്കി എല്ലാവരും ഒപ്പിടുന്നുണ്ട്. അതിനുശേഷം ഉപേന്ദ്രൻ അതുമായിട്ട് പോകുന്നതൊക്കെ ആ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭാമയ്ക്ക് ഈ സ്വത്തുവകകളൊക്കെ കൈമോശം വരും, അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ വരും. പക്ഷേ അവിടെയും രക്ഷകയായിട്ട് ശാലിനിയാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷമൊക്കെയാണ് ശാലിനിയുടെ പിന്നെ സത്യയുടെയും എല്ലാവരുടെയും ഒക്കെ വിവരങ്ങളൊക്കെ സത്യഭാമ തിരിച്ചറിയുന്നതൊക്കെ. അതൊക്കെ ഇനി കുറച്ച് എപ്പിസോഡുകൾക്കകം ഭാമ അറിയുന്നത് തന്നെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.